കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കരുവാറ്റയിലെ കൊലപാതകമെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വയോധികനെ 13 വയസ്സുള്ള പെൺകുട്ടി കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടിക്ക് എന്തിനാണ് ഈ വയോധികനോട് ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം? ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴ കരുവാറ്റയിലെ കൗമാര കൊലപാതകത്തിൽ 13-കാരിയുടെ മോഷണ ശ്രമം പിടിക്കപ്പെട്ടത് പക ഇരട്ടിയാക്കിയെന്ന് പോലീസ്. പെൺകുട്ടി 14-ാം തീയതി മോഷണ ശ്രമം നടത്തിയെന്നും ശിവൻകുട്ടി ഇത് കണ്ടതോടെ വഴക്കുണ്ടായി എന്നുമാണ് കണ്ടെത്തൽ. കുട്ടിയെ കള്ളി എന്ന് വിളിച്ചത് വിദ്വേഷം വർദ്ധിപ്പിച്ചു. അന്ന് രാത്രിയാണ് വയോധികനെ കൊലപ്പെടുത്തണമെന്ന് കുട്ടി ആൺ സുഹൃത്തിനോട് പറഞ്ഞത്. കൊലപാതകം പെൺകുട്ടിയുടെ അച്ഛന്റെ പേരിലേക്ക് മാറ്റാനും കുട്ടികൾ ശ്രമിച്ചിരുന്നു. അച്ഛനും ശിവൻകുട്ടിയും തമ്മിൽ ശത്രുതയുണ്ടെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. കൊലപാതകം നടക്കുമ്പോൾ പെൺകുട്ടി കരുവാറ്റയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കും കൗൺസിലിംഗിനും വിധേയമാക്കാൻ കോടതിയുടെ അനുമതി തേടും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് അപേക്ഷ നൽകും. പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ആൺകുട്ടികൾ പെരുമാറിയത്. മരിച്ച ശിവൻകുട്ടിയുടെ സംസ്കാരം ഇന്ന് നടക്കും. മനീഷ് മഹിപാലും AV ജയശങ്കറും ചേരുന്നുണ്ട്. ആദ്യം മനീഷ് മഹിപാലിലേക്ക്. മനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. മനീഷ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പെൺകുട്ടിക്ക് ഈ വയോധികനോട് നേരത്തെ തന്നെ പകയുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ ആൺകുട്ടികൾ ഒരു തരത്തിലുള്ള സങ്കോചവും കാണിക്കാതെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത്. അപ്പോഴും ഭാവവ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വളരെ വലിയ തയ്യാറെടുപ്പുകൾ ഇവർ നടത്തിയിരുന്നു എന്നതാണ്. ആദ്യ ഭാഗത്തേക്ക് വന്നാൽ എന്താണ് പെട്ടെന്ന് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. മനീഷ് മഹിപാൽ. അരുൺകുമാർ, ഈ കൊലപാതകത്തിന്റെ ഏകദേശമുള്ള ചുരുളഴിയുകയാണ്. അതായത് എന്താണ് പെട്ടെന്ന് ഈ കൊലപ്പെടുത്താനുള്ള കാരണം? അതായത് മാസങ്ങൾക്ക് മുൻപേ പദ്ധതി തയ്യാറാക്കിയത്, ഇങ്ങനെയുള്ള പ്ലാനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നടപ്പിലാക്കാനുള്ള കാരണം, അതിന്റെ വേഗത കൂടിയത് കഴിഞ്ഞ 14-ാം തീയതി. ഇത് ഒരു നിർണായകമായ മൊഴിയാണ്. ഏറ്റവും അടുത്ത ബന്ധുവിൽ നിന്നാണ് ഇങ്ങനൊരു മൊഴി പോലീസ് ലഭിക്കുന്നത്. ആ മൊഴിയെ തുടർന്ന് ഈ പെൺകുട്ടിയിൽ നിന്ന് വിവരം ശേഖരിച്ചപ്പോഴും ഇത് പോലീസ് സ്ഥിരീകരിക്കുന്നു. അതായത് കഴിഞ്ഞ 14-ാം തീയതി വീട്ടിലെ അലമാരയിൽ നിന്നും പെൺകുട്ടി മോഷണം, അതായത് സ്വർണം മുതൽ അവിടെ നിന്നും കട്ടെടുക്കാൻ തീരുമാനിച്ചിരുന്നു, കട്ടെടുക്കുകയുണ്ടായി. ആ സമയത്ത് രാത്രിയിൽ ശിവൻകുട്ടി ഇത് കണ്ടു. പെൺകുട്ടിയുമായി ശകാരിച്ചു. വീട്ടിൽ വെച്ച് തന്നെ ഉന്തും തള്ളി, ഇവർ തമ്മിൽ പിടിവലിയുണ്ടായി. പെൺകുട്ടിയെ കള്ളി എന്ന് വിളിച്ചു. അന്ന് രാത്രിയിൽ തന്നെ ആൺസുഹൃത്തിന്, അതായത് കൊല്ലം പരവൂരിലെ ആൺസുഹൃത്തിനോട് അന്ന് രാത്രിയിൽ തന്നെ നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തി കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സാങ്കേതികമായി തന്നെ വീട്ടിലേക്ക് എത്താനുള്ള കാലതാമസമൊക്കെ കൊണ്ട് തന്നെ പിന്നീടൊരു തീയതി തീരുമാനിക്കുമായിരുന്നു. അങ്ങനെയാണ് അമ്മ ആശുപത്രിയിലേക്ക് പോകുന്ന ദിവസം പിന്നീട് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെയും വലിയ ഒരു ആശങ്ക, അല്ലെങ്കിൽ വലിയൊരു ആശയക്കുഴപ്പം, അതായത് എന്താണ് പെട്ടെന്ന് ഇങ്ങനെ കൊലപ്പെടുത്താനുള്ള കാരണമുണ്ടായി. ഇപ്പോഴിതാ അതിന്റെ ചുരുളാണ് അഴിയുന്നത്. മോഷണ ശ്രമം പിടിക്കപ്പെട്ടതാണ് ഇതിനേക്ക് ഒക്കെ തന്നെ വേഗത്തിൽ നയിക്കാനുള്ള കാരണമെന്നാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനും ഒപ്പം തന്നെ ഈ ബന്ധുവുമായി വലിയ വൈര്യമുണ്ടായിരുന്നു, ശത്രുക്കളായിരുന്നു. ഒപ്പം തന്നെ അച്ഛൻ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ തന്നെ ഈ അന്വേഷണം വഴിതെറ്റിക്കാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ പെൺകുട്ടി തന്നെയാണ് വീട്ടിൽ മുളകുപൊടി വിതറാൻ വേണ്ടി അവിടെ ഒരു കപ്പിൽ മുളകുപൊടി ശേഖരിച്ച് മാറ്റി വെച്ചിരുന്നു എന്നത് ഇവരുടെ വാട്സാപ്പ് ചാറ്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആൺസുഹൃത്തുക്കൾ ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഇവർ ആദ്യം പറഞ്ഞത് ഇവർ കരുവാറ്റയിൽ എത്തിയിരുന്നു. പക്ഷേ കരുവാറ്റയിൽ എത്തിയത് പെൺകുട്ടിയെ കണ്ട്, പെൺകുട്ടിയുടെ വയറ്റിലൊരു മുഴയുണ്ട്, ആ മുഴ ശസ്ത്രക്രിയ മുഖേന മാറ്റേണ്ടതുണ്ട്, അതുകൊണ്ട് അതിന് പണം കൈമാറാൻ വേണ്ടിയാണ് തങ്ങൾ വന്നത് എന്നടക്കമുള്ള തിരക്കഥ ഇവർ പറഞ്ഞു. പെൺകുട്ടിയും അതേ തിരക്കഥ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് ഇവർക്കില്ലായിരുന്നു. ഒരു 10% പിടിക്കപ്പെടും എന്ന് ഇവർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെട്ടാൽ എന്ത് പറയണമെന്നുള്ള കാര്യത്തിലേക്ക് ഇവർ എത്തിയിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെൺകുട്ടി ഉന്നയിക്കുന്ന ഗുരുതരമായ ആരോപണം ബാഡ് ടച്ച് ആണ്. ആദ്യഘട്ടത്തിൽ പോലീസ്, അതായത് എപ്പോഴും പോലീസ് അത് പൂർണ്ണമായി വിശ്വസിക്കുന്നത്. കാരണം ബന്ധുക്കളോടോ അടുത്ത സുഹൃത്തുക്കളോടോ പെൺകുട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ആൺകുട്ടിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പല വൈരുദ്ധ്യങ്ങളും ഒപ്പം തന്നെ ആ കാര്യങ്ങൾ പൊരുത്തക്കേടുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ശാസ്ത്രീയമായത് പരിശോധിക്കാൻ പോവുകയാണ്. പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി അത് കണ്ടെത്തിയാൽ അത് ചില ലോജിക്കായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു മെഡിക്കൽ കൗൺസിൽ, അതായത് ഒരു ക്ലിനിക്കൽ ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കൗൺസിലിംഗിന് വിധേയമാക്കിയാൽ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ആദ്യം കളവ് പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ പെൺകുട്ടി കൃത്യമായ സത്യം, വാസ്തവം എന്തെന്ന് പറയുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആ ആരോപണ വിധേയനായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അങ്ങനെ പറഞ്ഞ സാഹചര്യങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് പരീക്ഷിക്കാനായി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിലെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ആ കൗൺസിലിംഗിന് വിധേയമാക്കാനാണ് തീരുമാനം. ഒപ്പം തന്നെ 4 പേരെയും
കസ്റ്റഡിയിൽ കിട്ടും. നിലവിൽ ഈ 3 ആൺകുട്ടികളും ഈ പെൺകുട്ടിയും വെവ്വേറെ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. അത് ശനിയാഴ്ച പരിഗണിക്കും. ഒപ്പം തന്നെ ശിവൻകുട്ടിയുടെ ഇളയ മകൾ ഇന്നലെ നാട്ടിലെത്തിയിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ ശവസംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഓക്കെ, ജയശങ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഗുഡ് മോർണിംഗ് ജയശങ്കർ. നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ ഈ ആൺകുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ളതാണ്. അതും നമ്മളെ അതിശയിപ്പിക്കുന്നു. പെൺകുട്ടി ഇന്നലെ ഈ പോലീസുകാർക്ക് മൊഴി കൊടുക്കുമ്പോൾ വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ആൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്കൊരു ഭാവഭേദവും ഇല്ല എന്നതാണോ പറയുന്നത്? മാത്രമല്ല അവരുടെ നാട്ടിലെ ചെയ്തികളൊക്കെ നാട്ടുകാർക്കൊന്നും അങ്ങനെ ഇവർക്ക് ഒരു കുറ്റകൃത്യവാസന ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ആൺകുട്ടികളുടെ ഒരു പൊതുവായിട്ടുള്ള രീതി? നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലായത് ജയശങ്കർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. 2 ദിവസം മുമ്പ് ആലപ്പുഴ പോലീസ് പരവൂരിലെത്തിയ ഘട്ടത്തിലാണ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഈ കുട്ടികൾ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയെന്ന കാര്യം തിരിച്ചറിയുന്നത്. പോലീസിനെ കണ്ടിട്ടും ഈ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഭാവ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവർ സൂപ്പർ കൂളായി നിൽക്കുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിനുശേഷം പോലീസ് ഇവരെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ കുടുംബം വലിയ തോതിൽ എതിർത്തു, കാര്യങ്ങളെക്കുറിച്ച് തിരക്കി. പക്ഷേ പോലീസ് പിന്നീട് അങ്ങോട്ട് ശേഖരിച്ച തെളിവുകൾ ഓരോന്നായിട്ട് 1, 2, 3 എന്ന് വെച്ച് കുടുംബക്കാരുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ തന്നെ അങ്ങ് നിരത്തുന്ന സാഹചര്യം ഉണ്ടായി. കുട്ടികളായതുകൊണ്ട് കൂടിയാണ് പോലീസ് കൃത്യമായി അത്തരം കാര്യം കുടുംബത്തെ കൂടി ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഈ തെളിവുകൾ കേട്ടതോടുകൂടി വീട്ടുകാർ വലിയ തോതിൽ കരയുകയും അവർ ഈ തങ്ങളുടെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊരു കാര്യം ആ വീട്ടുകാർ തിരിച്ചറിയുന്നത് ആ പോലീസ് ഈ കാര്യങ്ങൾ വിവരിച്ച ഘട്ടത്തിലാണ്. പിന്നീടാണ് ഇവരെ ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഈ കുട്ടികൾ ഇവരുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ സാധാരണ കുടുംബമാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ്. കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ യാത്രയൊക്കെ തന്നെ പോകാറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ നാട്ടിൽ കൂട്ടം കൂടി ചില ആളുകളുടെ മുതിർന്ന ആളുകളുടെ കൂടെയൊക്കെ ഇരിക്കും. അതിനപ്പുറത്തേക്ക് ഇവർ ഏതെങ്കിലും ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇടപെട്ടതായി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള വിവരവുമില്ല, പോലീസിനും ഒരു തരത്തിലുള്ള വിവരവുമില്ല. പക്ഷേ ഇവരിങ്ങനെ യാത്രയൊക്കെ പോകുന്ന നാട്ടിൽ പൊതുവിൽ തങ്ങളെ പോലെ നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. വലിയ പരാതികളൊന്നും നാട്ടുകാർ ഉന്നയിച്ചില്ല. പക്ഷേ നാട് ഞെട്ടിയത് പോലീസ് എത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ്. ഇനി ഇവർ രഹസ്യമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം അത് നടക്കുന്നുണ്ട്. എന്തായാലും ഇവർ ചെയ്തത് സമാനമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. തുടക്കക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഇതിനു മുമ്പ് ഏതെങ്കിലും ചെറിയ ചെറിയ കുറ്റകൃത്യം ചെയ്തല്ലേ ഇത്രയും വലിയ കുറ്റകൃത്യത്തിലേക്ക് എത്തുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് ആഴത്തിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. യാത്ര എന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടാണ് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ ഓക്കെ, താങ്ക് യു. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം മനീഷ് മഹിപാലും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് ചോദ്യങ്ങൾ ഒരു പ്രേക്ഷകൻ സമീർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു. എൻ്റെ ചോദ്യങ്ങൾ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്തിനാണ് പൈസ എന്ന് പറയുന്നു. ആ കുട്ടി പറഞ്ഞതായി പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഐഫോൺ വാങ്ങാനാണ് എന്നാണ്. ആൺകുട്ടികൾക്ക് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടോ? ഇപ്പോൾ ജയശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പ്രായത്തിൽ മുതിർന്നവരുമായിട്ട് ഈ ആൺകുട്ടികൾക്ക് സൗഹൃദമുണ്ടായിരുന്നു എന്നാണ്. ലഹരി മാഫിയുമായുള്ള ബന്ധം, ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നു കുറ്റകൃത്യ സമയത്ത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. പാമ്പിനെ കൊല്ലുന്നത് പോലെയാണോ മനുഷ്യരെ കൊല്ലുന്നത്? ബാറ്റ് വെച്ച് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് തോന്നുന്നില്ല. പുരുഷന്മാരുടെ സ്വഭാവം നന്നായി അറിയുന്നത് അച്ഛനല്ലേ. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്നു. ശരിയാണ്, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണം. ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലെപ്പെട്ടാൽ പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവളുടെ അമ്മയ്ക്ക് എന്തായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്ക് എന്തായിരുന്നു പണി? എന്താ അച്ഛനില്ലേ കുട്ടിക്ക്? അച്ഛൻ്റെ കാര്യവും സ്വാഭാവികമായി പറയണം. നമ്മുടെയൊക്കെ മനസ്സിലൊരു ആധി ഉണ്ടാവുന്നത് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ആധിയാണ്. ഇപ്പോൾ ആ കുടുംബം എത്രമാത്രം വേദനയിലും ആശങ്കയിലുമായിരിക്കും കടന്നു പോവുക. ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ, അവരെ കുഞ്ഞുങ്ങളെന്ന് തന്നെ നമുക്ക് വിളിക്കേണ്ടി വരും. ശരിയാണ്, അവർ മുതിർന്നവരുടെ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത് എന്നത് വാസ്തവമാണ്. ആ പിള്ളേർക്ക് വധശിക്ഷ തന്നെ വിധിക്കണം എന്ന് പറയുന്നു ജോക്കർ. നിലവിലുള്ള നിയമ സംവിധാനം അതിന് അനുവദിക്കുന്നില്ല. ഹീനിയസ് ആയിട്ടുള്ള ക്രൈമിന് മുതിർന്നവരുടെ വിചാരണ ഈ കുട്ടികൾ നേരിടണം. പക്ഷേ അത് 16 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. 13 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു വിചാരണ നേരിടേണ്ടി വരികയുമില്ല. മാത്രമല്ല 5 വർഷം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് സുഖമായി പുറത്തിറങ്ങാം. അരുണേട്ട സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. സുഖമാണ്, പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്ല അരുൺ സാർ, ഒരു ചെറിയ ഗുഡ് മോർണിംഗ് ഉണ്ട്. അത് ഈ ബാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്കും മിനേഷ് ഒരു വെരി വെരി ഗുഡ് മോർണിംഗ്. സിനിമ, ലഹരി ഉപയോഗം, മൊബൈൽ ഉപയോഗം, ഇതൊക്കെയാണ് കുട്ടികളുടെ ജീവിത രീതി. ശരിയാണ്, ഈ കുറ്റകൃത്യത്തിന് പിന്നിലും അതുണ്ട്. സ്പൈഡർ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിലെ രംഗമാണ് ഈ കുട്ടികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. ഈ കുട്ടികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റഡ് ആയിരുന്നു. വലിയ വാഹനങ്ങൾ വേണമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന കുട്ടികളാണ്. ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം, കുട്ടികളെ അമിതമായി ലാളിച്ചു വളർത്തുന്നതും ലാളനെ അല്പം പോലും നൽകാത്തതും രണ്ടും
കുട്ടികളിൽ കുറ്റകൃത്യവാസനയോ വഴിപിഴച്ചു പോകാനുള്ള സാധ്യതയുണ്ടാകും. ഈ കുട്ടി ഇന്നലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചോദ്യം ചെയ്യുന്ന എസ് ഐയോട് പറഞ്ഞത് ആൻറ്റിയെ പോലെ ആയിരുന്നു എൻ്റെ അമ്മയെങ്കിൽ ഞാനിത് ചെയ്യില്ലായിരുന്നു എന്നാണ്. അപ്പോൾ കുട്ടിക്ക് വേണ്ടത്ര സ്നേഹമോ ലാളനയോ അമ്മയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നില്ല. അമ്മയുടെ സാന്നിധ്യത്തിൽ ബന്ധുഗ്രഹങ്ങളിൽ മാറി മാറി ആ കുട്ടി താമസിച്ചു. അവിടെയൊക്കെ ആ കുട്ടി നേരിട്ട ദുരനുഭവങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് കുട്ടിക്ക് നൽകിയിരിക്കുന്നത് അത്ര നല്ല ചിത്രമല്ല. നമുക്കിവിടെ നിന്ന് ഈ സ്റ്റുഡിയോയിൽ നിന്ന് വേണമെങ്കിൽ പറയാം ആ കുട്ടി അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ആ കുട്ടിയെ അങ്ങനെ ഒരുക്കിയെടുത്തൊരു സാഹചര്യത്തെ മറന്നുകൊണ്ട് ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ ഞാൻ എന്തായാലും തയ്യാറല്ല.